ഹലോ ഗൈസ്, ഇത് ഒരാഴ്ച മുൻപ് വറുക്കാനായി വാങ്ങി വെച്ചൊരു കോളിഫ്ലവർ ആണ്. ബട്ട് ഇത് ഫ്രിഡ്ജിനകത്ത് ഞാനിത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇത് പുറത്തെടുക്കുന്നത്. എന്നാൽ പിന്നെ ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു. കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ തിളപ്പിച്ച് വെച്ച കോളിഫ്ലവർ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പൊടികളെല്ലാം കോളിഫ്ലവറിൽ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോൾ തന്നെ കോളിഫ്ലവറിൽ ഈ മിക്സ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇത് കുറേശ്ശായിട്ട് ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ വറുത്ത് കോരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത വേപ്പിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചു വിട്ട് വറുത്ത് കോരുക കേട്ടോ. എനിക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.